ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് കഴിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നോ ഓരോന്നിനായി വില കൂട്ടാൻ വേണ്ടി? ജനജീവിതം വളരെ ദുസ്സഹമായ രീതിയിലേക്ക് ആവാൻ പോകുന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ വിലക്കയറ്റവും ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. അതായത് പെട്രോൾ, ഡീസൽ, ഇന്ധന വില വർധനവ്, ഗാർഹിക അതേപോലെ തന്നെ വ്യാവസായിക വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വില കൂട്ടല്, ഇതെല്ലാം തന്നെ സാധാരണഗതി ഇല്ലാത്ത തരത്തിലാണ് ഇപ്പോൾ വില വർദ്ധിപ്പിക്കാൻ പോകുന്നതും വർദ്ധിപ്പിച്ച് ഇരിക്കുന്നതും. ഇതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടും എന്നുള്ള കാര്യം ഇത് വെറും കേരള ഗവൺമെന്റിന്റെ മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് കൂടി മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയുള്ളൂ എന്നൊരവസ്ഥയാണ്. കാരണം 6-ാം തീയതി നമുക്കറിയാലോ, ചെറുകിട പിന്നെ ഹോട്ടൽ കച്ചവടക്കാര് ഹർത്താലാക്കിയാണ്. അവര് കടമുടക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ അത് വന്നു കഴിഞ്ഞാൽ സാധാരണ നിത്യ ജോലി ചെയ്ത് ജീവിതം നയിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഭക്ഷണം കിട്ടാതെ അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞത് കിട്ടാക്കനിയായിരിക്കുന്നു ഗ്യാസ്. ഗാർഹിക മേഖലയിലാണെങ്കിലും വാണിജ്യ മേഖലയിൽ ഗ്യാസ് കിട്ടാക്കനിയായിരിക്കുന്നു. വില വർദ്ധിച്ചു പോലും കിട്ടുന്നില്ല. ഒരു ചായക്ക് 15 രൂപക്ക് കൊടുത്തു പോലും അവർക്ക് വിൽക്കാൻ കഴിയാത്ത സാഹചര്യം. ഇത് നമ്മൾ എന്താവും, എങ്ങനെയാവും, നാടിന്റെ അവസ്ഥ എന്താവും എന്ന് ആകുലപ്പെടുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. യുദ്ധം അങ്ങ് ഇറാനിലല്ലേ, യുദ്ധം അങ്ങ് അമേരിക്കയിലല്ലേ, യുദ്ധം അങ്ങ് ഇസ്രായേലിലല്ലേ എന്ന്. ഇപ്പോൾ എന്തായി നമ്മൾ വേണ്ട വിധത്തിൽ അതിന് ഇടപെട്ടോ? ലോകരാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ യുദ്ധം കൊണ്ടുണ്ടായി. എന്ത് ചെയ്തു ലോകരാഷ്ട്രങ്ങൾ, എന്ത് ചെയ്തു UN, എന്ത് ചെയ്തു രാഷ്ട്ര നേതാക്കൾ? അപ്പൊ അവരൊക്കെ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ചെയ്യേണ്ട സമയത്ത് ചിന്തിച്ചിട്ടില്ല. അതിന്റെ പരിണിത ഫലമാണ് നമ്മളും അനുഭവിക്കാൻ പോകുന്നത്. നമ്മുടെ അടുക്കളയിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പോലും മാറ്റങ്ങളും പരിവർത്തനങ്ങളും കൊണ്ടുവരേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും സാധനങ്ങളൊന്നും കിട്ടും. കാരണം വെച്ചാൽ ലോറികളും വാഹനങ്ങളും പാർസലുകളും വണ്ടികളും ഒന്നും കേരളത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളെങ്ങനെ ആഹാരം കഴിക്കും? നമ്മൾ സ്വയം പര്യാപ്തതയിലില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള വല്ലാത്തൊരു സാഹചര്യം, ആലോചിച്ചാൽ അറ്റം കിട്ടാത്ത വിധത്തിൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇപ്പോഴത്തുള്ള സാഹചര്യമൊന്നും ആയിരിക്കില്ല വരാൻ പോകുന്നത്. അതിനൊക്കെ പ്രതിവിധി കാണാൻ. കാരണം നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് മാറിയത് കൊണ്ട് മാത്രം ഒരുപാട് ഗ്യാരണ്ടികൾ ചെയ്തുകൊണ്ടൊന്നും മാത്രമൊന്നും ജനങ്ങളെ ഈ രീതിയിൽ കഷ്ടപ്പാടിനെ മാറ്റിയെടുക്കാൻ എളുപ്പത്തിലൊന്നും സാധ്യമല്ല. അത് ഓരോ ഗവൺമെന്റും, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടണം. കാരണം പാവപ്പെട്ട ആളുകൾ ഇവിടെ ജീവിക്കണമല്ലോ. അവർക്ക് ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ അതിന് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുവരുന്ന അതാത് സംസ്ഥാന ഗവൺമെന്റ്, അതായത് കേന്ദ്ര ഗവൺമെന്റ് നിസ്സംഗത പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പാവപ്പെട്ട ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടും. വളരെ വ്യക്തമാണ്. സമയം അധികരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. ഇത് ഇപ്പൊ ഏറ്റവും വില കുറയുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ദിനം പ്രതി ഒരു വിലയില്ലാത്ത. പക്ഷെ നമുക്ക് വില ഉണ്ടായിരുന്നു ഒരു 2 ആഴ്ച മുമ്പ് വരെ. അത് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് വില ഉണ്ടായത്. അതിനുശേഷം ഇപ്പൊ എല്ലാ വില കൂടുന്നു. പിന്നെ ഈ പാലിന്റെ ഒന്നും വില കൂട്ടാതിരിക്കാൻ പറ്റില്ല. കാരണം പാലിന് ഇപ്പൊ പശുവിന് കാലിത്തീറ്റയൊക്കെ അതിനെക്കാട്ടിലും വില വരികയാണ്. ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് 1300, 1400 ഒക്കെ വിലയുണ്ട്. ആ ഇതിൽ വരുമ്പോഴത്തേക്ക് ഇവർ ഇത്ര പാലിന് വില കൂട്ടിയാൽ ഈ റീഡിംഗ് അനുസരിച്ച് വരുമ്പോഴത്തേക്ക് ഇവർക്ക് 40 രൂപ പോലും കിട്ടുന്നില്ല. പാലിന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വിപണിയിൽ മിൽമ പാലിനൊക്കെ വില കിട്ടും. വ്യക്തികൾ കൊടുക്കുമ്പോൾ ആ റീഡിംഗ് അനുസരിച്ച് 35-40 വരെയൊക്കെ ഈ വില കിട്ടുന്നുള്ളൂ. അതിന് ഈ സബ്സിഡി പോലെ കാലിത്തീറ്റയൊക്കെ സബ്സിഡിയൊക്കെ കൊടുത്ത് വൈക്കോല് ഇതൊക്കെ ഇങ്ങനത്തെ കൊടുത്ത് ഗവൺമെന്റ് നികുതി കുറയ്ക്കണം എല്ലാത്തിനും. തൽക്കാലം യുദ്ധം തീരുന്നവരെങ്കിലും ഒരു നികുതി കുറയ്ക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ വരണം. അങ്ങനെ ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ ആവുകയുള്ളൂ. കാരണം ജനങ്ങൾ ഇപ്പൊ പാലിന് വില കൂട്ടുന്നു. സമരം ചെയ്തിട്ട് എന്താണ് കാര്യം? ഇപ്പൊ ഈ പശുവിനെ കൊണ്ട് നടക്കണ്ടേ? ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വേറെ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പാല് കൊണ്ടുവരുമ്പോൾ അതിനെക്കാളും പൈസ ആവുന്നുണ്ട്. ഇത് ജനങ്ങൾ കൂടെ ചിന്തിക്കണം. പിന്നെ നേരത്തെ ഒരു പ്രശ്നം പറയുന്നത് തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളികൾക്ക് കൂലി കൂടുതലാണ്. ഒരിക്കലും കൂലി കൂടുതലല്ല. ഇത് എല്ലാവർക്കും വൈറ്റ് കോളർ ജോബിലേക്ക് പോകുന്നതുകൊണ്ടല്ലേ.
ഇപ്പൊ നമുക്കറിയാം ബംഗാളിൽ നിന്നും ആന്ധ്രയിൽ നിന്നും പിന്നെ ബീഹാറിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ വന്നു. ഇവിടെ അവരെ ഒരു വിസയ്ക്ക് പോലും പൈസ കൊടുക്കാണ്ട് വന്നിട്ട് 3000-4000 രൂപ പണിയെടുത്തിട്ടാണ് പോകുന്നത്. മലയാളി 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വിസയ്ക്ക് കൊടുത്തിട്ട് അവിടെ പോയിട്ട് 30,000 രൂപ പണിയെടുക്കുന്നു ഒരു മാസം. അത് 14 മണിക്കൂർ 15 മണിക്കൂർ പണിയെടുത്തിട്ട്. പക്ഷെ ഇവര് ബംഗാളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് അവർ വിസ പോലും ഇവർക്ക് തോന്നുന്ന സമയത്ത് കയറി പോവാ. ആ സമയത്ത് 3000 രൂപ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെങ്കൽ പണിക്കാർ 4000 രൂപയൊക്കെ പണിയെടുത്തിട്ട് ഒരു ദിവസം എടുക്കുന്നത്. മലയാളി കണ്ടുപിടിക്കണം. ശരി, നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ശിവകുമാറാണ് ഒറ്റപ്പാലത്ത് നിന്നും. ശ്രീ ശിവകുമാർ, ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഏതൊക്കെ സമ്മർദ്ദങ്ങൾ വന്നാലും എന്തെല്ലാം സാഹചര്യം ഉണ്ടായാലും വില കൂട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങളും ഒന്നും ഒരു സർക്കാരിനും സഹിക്കാൻ പറ്റില്ല. ഉടനെ തന്നെ അവർ വില കൂട്ടുകയും ചെയ്യും. എന്താണ് ഇതിന് കാരണം? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൗരന്മാരുടെ ആവശ്യകത രാഷ്ട്രീയക്കാർക്ക് കുറയുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ. പറഞ്ഞോളൂ താങ്കൾ. നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതല്ലാതെ വേറൊരു പോംവഴി ഇതിനകത്ത് കാണുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയുമില്ല. നമുക്ക് പാല് പോലും നമ്മുടെ നാട്ടിൽ പൂർണ്ണമായി സ്വയം പര്യാപ്തയിലെത്തണം. അല്ല, നമുക്ക് ഉപഭോഗം നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പം പെട്രോൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കാനോ സാധ്യമല്ല. അപ്പൊ അതിന്റെ ഉപഭോഗം മാക്സിമം നമ്മൾ കുറയ്ക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ, ആൾക്കാർ കുറച്ചും കൂടെ അവെയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉപഭോഗം കുറയും. പിന്നെ ആൾക്കാർ ഇതിനെതിരെ ഒരു എന്താ പറയാ, നമ്മുടെ ഇലക്ഷൻ വരുമ്പോൾ ഉള്ള ആ ഒരു ഇമ്പോർട്ടൻസി എല്ലാ സമയത്തും ആൾക്കാർക്ക് ഉണ്ടാവുന്ന രീതിയിൽ ജനങ്ങളും കുറച്ച് അവെയർ ആയിട്ട് രാഷ്ട്രീയം എല്ലാം പൊളിറ്റിക്കലി നമ്മൾ കാണാതെ തന്നെ ഓരോ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണ്ട് നമ്മൾ ഉപയോഗത്തിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും എന്നുള്ളതാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ബിനുകുമാറാണ് ചടയമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനുകുമാർ, പാലിന് വില കൂടുന്നു, വൈദ്യുതിക്ക് വില കൂടാൻ പോകുന്നു, ഇന്ധന വില കൂടാൻ പോകുന്നു, LPGയുടെ വില കൂടിക്കഴിഞ്ഞു, ഇനി അർഹി LPGയുടെ വില കൂടുമെന്ന് പറയുന്നു. ആകെ കൂടി സാധാരണക്കാരന്റെ ജീവിതം ദുരിതത്തിലേക്കാണോ? സാറേ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് സന്തോഷിക്കുന്ന ഒരു വാർത്ത നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ഞാൻ കണ്ടു. അതായത് 2.47 ലക്ഷം കോടി രൂപയുടെ GST വർധനമാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങളുടെ GST വരുമാനം ചെന്ന് കുമിഞ്ഞു കൂടുകയാണ്. അപ്പൊ അതിൽ നിന്ന്, ആ വരുമാനത്തിൽ നിന്ന് എത്രത്തോളം ജനങ്ങളെ സഹായിക്കാൻ കഴിയുമോ അത് സഹായിക്കണം. എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂട്ടാതിരിക്കുക. നിലവിലുള്ള സ്ഥിതി തുടർന്നാലും കുഴപ്പമില്ല, വില കൂട്ടാതിരിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ പാലിന്റെയും വൈദ്യുതിയുടെ ഒക്കെ കാര്യങ്ങളാണ്. അത് സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റിനും കുറ്റം പറയുന്നില്ല. ശരി, എന്തായാലും നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ശ്രീ ബിനുകുമാർ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.